ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. സൂപ്പർ ഫേസ് പാക്ക്. ഫേസ് പാക്കിന് ആവശ്യമായിട്ട് വരുന്നത് മുരിങ്ങ ഇലയാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങയ്ക്ക പിടിക്കുന്ന മരമില്ലേ, അതിലെ ഇല. മുരിങ്ങ ഇലയും പിന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട്. ചെറുപയറും കുറച്ച് പച്ചവെള്ളവും എടുത്ത് നമ്മൾ മിക്സിയിലിട്ട് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. പിന്നെ ഞാനാണെങ്കിൽ അത് ഗ്യാസ് കത്തിട്ട് അടുപ്പിൽ ചെറിയ തീയിലാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. ചെറിയ തീയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ചൂടാറുമ്പോഴത്തേക്കിൽ അത് നമുക്ക് ഇനി നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലൊക്കെ ചെയ്യാവുള്ളൂ. ഇത് കുറച്ചൊന്നും ഉണ്ടാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസത്തേക്ക് നമുക്ക് ചെയ്യാം, മുഖത്തിടാം. ഇത് ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം. അല്ല അത്രയ്ക്കൊന്നും പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസങ്ങളിലൊക്കെ ഇട്ടാൽ മതി. 1-2 ദിവസങ്ങളല്ല, ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ ഇട്ടാൽ മതി. നമ്മുടെ ഈ മുരിങ്ങയിലയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലയിൽ നമ്മുടെ ചർമ്മത്തിലെ കൊളാജിൻ കൊളാജിൻ നന്നായിട്ടുണ്ടായി നമ്മുടെ ചർമ്മം പുതിയ സ്കിന്നുകൾ നല്ല രീതിയിൽ രൂപീകരണം നടക്കാനായാലും യുവത്വം നിലനിർത്താനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മുരിങ്ങയില. അതേപോലെ തന്നെ ഓറഞ്ചിനകത്ത് നിന്ന് കിട്ടുന്നതിനേക്കാളും ഒരുപാട് 100% കൂടുതൽ, അതായത് ഇരട്ടിയായിട്ട് വൈറ്റമിൻ സിയുടെ അളവ് നമ്മുടെ ഈ മുരിങ്ങയിലയിലുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകളൊക്കെ കുറയ്ക്കാം, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ മുഖക്കുരു വന്ന് നന്നായിട്ട് ഇങ്ങനെ പാടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന നല്ലതാണ് നമ്മുടെ ഫേസിന്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന ചെറുപയറാണെങ്കിൽ തന്നെ ചെറുപയറിലാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ എക്സ്ഫോളിയേഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും എല്ലാം ഇവയിൽ അടങ്ങിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മുരിങ്ങയിലയാണെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിന്നിനും ഓയിലി സ്കിന്നിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. കുരുക്കൾ വരുമെന്നുള്ള പേടിയേ വേണ്ട. കാരണം ഇത് കുരുക്കളുണ്ടെങ്കിൽ അതിനെ കരിച്ച് കളയാൻ സഹായിക്കുന്ന, നമ്മുടെ റോസ് വാട്ടർ പോലെ തന്നെ കരിച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുരിങ്ങയില. പിന്നെ നമ്മുടെ ഫേസിൽ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം. രാവിലെയോ വൈകിട്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതല്ല അത്രയേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ചെറിയ സൺ ടാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ചെയ്യാം. നമ്മൾ ഈ ഡെയിലി ചെയ്യുന്നതിൽ കൂടെ നമ്മുടെ സ്കിൻ ടോൺ ആണെങ്കിൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ അങ്ങനെ ടോൺ ഇമ്പ്രൂവ് ആയി കിട്ടുന്ന ആ ഒരു നിറം നമുക്ക് ഒരു കുറച്ച് നാളത്തേക്കെന്നല്ല, നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു നിറം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പം എനിക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് നല്ല സൂപ്പർ റിസൾട്ടാണ്. ഇത് നമുക്ക് വേവിക്കാതെ ഉപയോഗിക്കാം, പക്ഷേ ഇത് വേവിക്കാതെ ഉപയോഗിക്കുമ്പോൾ ഇത്ര റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ എന്നിൽ കമൻറ്റിൽ കൂടി അറിയിക്കണം. ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ കിട്ടുന്നതാണ്. എല്ലാവരും ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.